സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. ചട്ടമ്പിനാടിൽ മൈഥിലി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ മീനൂട്ടി, ബി മീനാക്ഷി, സി കല്യാണി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചോദിക്കാം. ഷിൻലേ, കുഴപ്പമില്ല, പറഞ്ഞോ. പറയലേ? മീനൂട്ടി, മീനാക്ഷി, കല്യാണി. മീനാക്ഷി പൊട്ടിക്കും. മീനാക്ഷി അല്ലേ? നോട്ടത്തില്, സാറിന്റെ നോട്ടത്തിൽ എന്തോ ഉണ്ട്. എന്റെ നോട്ടത്തിലുള്ളത് അറിയും. ബി മീനാക്ഷി എടുത്തു വെച്ച് പൂട്ടി ഞാൻ വരിഞ്ച് മുറുക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ? റെഡിയാണോ? ഓക്കെ ഓക്കെ. ചേട്ടാ, ഒരു നല്ല പാട്ടല്ലേ ഉദ്ദേശിച്ചത്? നല്ല പാട്ട്. ഈ പാട്ടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല പാട്ടാണ് എങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്. അത് പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവിയൊക്കെ ആകുമ്പോഴേക്കും ചേട്ടന് മനസ്സിലാവും. ഞാൻ അറിയും. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ, 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 നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ. ആഹാ, ഇത് അറിഞ്ഞിരുന്നു. ഇതാരാ എഴുതിയത്? ഇത് എഴുതിയതറിയില്ല, മോഹൻ സിത്താര. മോഹൻ സിത്താരയുടെ ട്യൂണാണ്. പക്ഷെ ആ വരി ഞാൻ കുറെ പാട്ടുകൾ ഇങ്ങനെ നോക്കാറുണ്ട്. ഇങ്ങനെ ഇത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ കിട്ടിയപ്പോ ഇങ്ങനെ പാടി നോക്കിയപ്പോ അത് സംഭവം കിട്ടി. വർഷങ്ങളായി ഇത് എന്റെ കയ്യിൽ കിടക്കണ്, ഇപ്പോഴാ പുറത്തേക്ക് വിടുന്നത്. ഞാൻ കൊള്ളാമല്ലോ ഇത്. ഞാൻ നോക്കിയപ്പോഴ് എന്തിനു വെറുതെ കുറെ വരികളൊക്കെ എഴുതുന്നുള്ളൂ, 2 വരി എഴുതിയിട്ട്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു കേട്ടോ. അപ്പോ എല്ലാരും കൂടെ എടുത്തിട്ട് പൂട്ടിയ മീനാക്ഷിയുടെ കിടന്ന് കരയാണ് കേട്ടാ. അപ്പം ബി മീനാക്ഷി ഉത്തരം. വല്ല കാര്യമുണ്ടോ പുള്ളിയെ വിളിച്ചോണ്ട് വന്നിട്ട്? പോയാ പുള്ളി എവിടെ കാണിരുന്നു പോയനെ. ബി മീനാക്ഷി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സവാരി ഗിരിഗിരിയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കൂ. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമല്ലേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണ്ണം വാരിക്കും. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേദ്യം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വീഴണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വെക്കുക, വൈക്കോല് മറിച്ച് വെക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. ചെറിയ ഒരു ചോദ്യമാണ്. ഈ രംഗത്തിൽ എത്ര പശുക്കളെയാണ് കാണിക്കുന്നത്? എ 2, ബി 3, സി 6. ഈ രംഗം കണ്ട് സുധീർ നല്ല രസിച്ചിരിക്കുകയായിരുന്നു. എത്ര പശു കണ്ട്? പക്ഷെ മറ്റവരിലോട് ശ്രദ്ധ. രണ്ടാമത്തെ 2, 3, 6. 2 ചോദിക്കാൻ വേണമെങ്കിൽ ഷില്ലേ രണ്ടാമതാണ് വെച്ചപ്പോ 2 വന്നി. പക്ഷെ ആദ്യത്തേല് വേറെ ഓർത്തൊക്കെ നിന്നാന്ന് എനിക്കറിയില്ല. കാരണം ഇവരുടെ ശ്രദ്ധ പോയാറേ. 2 പറഞ്ഞോ. 2 ഉറപ്പിക്കാം. നമുക്ക് എന്തായാലും ഒരു തവണ 2 കണ്ടേ. 2 അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എത്ര ഉത്തരം? നിങ്ങൾ എവിടെ നോക്കിയേ? നിങ്ങൾ താഴെ നോക്കി, അവിടെ പടച്ചൊന്നുമില്ല. 2, 3, 6. എത്രയൊക്കെ പറഞ്ഞു? 1, 2, 3, 6.
ഒന്നുകൂടി കൂട്ടിക്കോ, മൂന്നാക്കിക്കോ. മൂന്ന് മൂന്നാക്കിക്കോ, കറക്റ്റാണ്. ഏ? വരിഞ്ഞിട്ട് പൂട്ടിക്കോ. ഷോട്ട് ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് കിടക്കണ്ടായിരുന്നു താഴെ. രണ്ടല്ലല്ലോ, അല്ല, ഷുവർ ആണല്ലോ. 3 ആണ്. 2 അല്ല 3 ആണ്. 2 അല്ല 3 ആണ്. ഉറപ്പാണല്ലോ. 3. 2 അല്ല 3 ഷുവർ. ഷുവർ. ബി 3 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. 3 പശുവിനെ. ശരിക്കും 2 പശു അല്ല 3 പശുവാണ്. കറക്റ്റ് ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻ.